ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ്. നിലവിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, ജനറൽ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ക്യാം ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹബിൻ്റെ അവിടെയായാലും അത്യാവശ്യം ലൈനർ ഒറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാം. നെക്സ്റ്റ് സർവീസിൽ എന്തായാലും എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. നിലവിൽ കിടക്കുന്നത് ഒറിജിനൽ എയർ ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് ഈ സർവീസും കൂടി എയർ അടിച്ച് ക്ലീൻ ആക്കി ഇടാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റാം കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്, നമുക്ക് മാനുവലായിട്ട് തന്നെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട പാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഈ ഭാഗം, ഈ കാണുന്ന ഈ ഉരച്ചിൽ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റിൽ വേരിയേഷൻ വരുന്ന ഒരു കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണത്. നിലവിൽ മാസ്റ്റർ എഡ്ജിന് കോമൺ ആയിട്ട് പൊതുവേ കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. ഇപ്പോൾ ഒരു 10 വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതൊരു 7 വണ്ടിക്കും ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ഉണ്ട്. അത് റെഡിയാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിൻ്റെ പ്രശ്നം കാണിക്കാന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് വരാം, സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം കാണിക്കുക, അതാണ് മെയിനായിട്ട് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. തൽക്കാലം അലൈൻമെൻറ്റ് ചെയ്തിടാം. കൂടുതൽ പ്രശ്നമാണെങ്കിൽ അഴിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. അതാണ് ചെയ്യാൻ പറ്റുന്ന കംപ്ലയിൻറ്റ് കേട്ടോ. അത് അങ്ങനെ ചെയ്താലും റിപ്പീറ്റും ചില വണ്ടികളിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം. അത് മാസ്റ്റർ എഡ്ജിന് കോമൺ ആയിട്ട് കാണുന്ന പൊതുവേ ഉള്ളൊരു കംപ്ലയിൻ്റ് ആണത്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റിനാണ്. വേറെ പൊട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ റോളർ സെറ്റിന് തേയ്മാനം അബ്നോർമലായിട്ട് ഒരു ഭാഗം മാത്രം തിരിഞ്ഞ് തേയ്മാനം കാണുന്നുണ്ട്, ഈ 2 സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കാം. കൂടുതൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ അതേപോലെ ക്ലച്ച് വെയിറ്റ് വരുന്ന ഭാഗവും നമ്മൾ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്ത് പെർഫോമൻസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കയറണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് ഔട്ടറിനും പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ചെറുതായിട്ട് ഔട്ടർ വലിഞ്ഞേക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ബ്രേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഓടിച്ചു നോക്കട്ടെ. കൂടുതൽ പ്രശ്നം തോന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് കേബിൾ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഔട്ടർ വലിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒന്നാമതിന് മഴയാണ് മെയിനായിട്ട് വരാൻ പോവുക. അപ്പോൾ കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് ഇടയ്ക്ക് വീണ്ടും നമ്മൾ കയറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. അടുത്ത സർവീസ് വരെ കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ. നമുക്ക് അഴിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഓടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്ലേ കിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് അഴിച്ചിട്ടൊന്ന് കഴുകാം കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട്. അതെനിക്ക് ഈ സാധനത്തേക്ക് ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ലോണം ചെളി അടിച്ചിരിക്കുകയും കാണും കേട്ടോ. മറ്റേപാട് കഴിയുമ്പോൾ നമ്മൾ പുറം മാത്രം കാണുന്ന ഭാഗമാണ് കഴുകി പോകുള്ളൂ. അത് ബോഡി വാഷിംഗ് ആയിട്ട് വരും. ഇത് വാട്ടർ സർവീസ് ഓപ്പൺ വാഷിംഗ് ആയിട്ട് വരും. നമ്മൾ ബോഡി കവർ അഴിച്ചു കൊടുത്ത് കഴുകുമ്പോൾ അത് ഓപ്പൺ വാഷിംഗ് ആയിട്ട് വരും. വിലയിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ ബോഡി വാഷിംഗ് ആണെങ്കിൽ 150 രൂപയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 300 നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്ത് റീസെറ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിന് അഴിച്ചതുകൊണ്ട് കൂട്ടത്തിൽ കൂടെ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കും. ബ്രേക്ക് കേബിളുകളൊന്നും നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല. ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബ്രേക്ക് ക്യാമ് മെയിനായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിടാം, കാരണം മഴയൊക്കെ നമുക്ക് വരാൻ പോകും. പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ടയർ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഉപയോഗിക്കാൻ. MRF ടയർ അടക്കണേ നല്ല ടയറാണ്. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 2022 മോഡൽ ബാറ്ററിയാണ് ഇതിൽ ഇരിക്കണേ. ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ ഞാൻ ആ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ എൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്. കാരണം വണ്ടി കുറച്ച് ദിവസം എനിക്ക് ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചിട്ടുണ്ടായി വണ്ടി. അപ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ വോൾട്ടിൻ്റെ ഇതിനകത്ത്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിലിവിടെ കംപ്ലയിൻറ്റിൻ്റെ ഒരു സിമ്പിളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ വോൾട്ട് ഉണ്ടെങ്കിലും ആംബിയർ കുറവായിട്ടാണ് കാണുന്നത്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നിട്ടുണ്ടോ, നമുക്കൊന്ന് ചാർജ് ചെയ്തിട്ട് രണ്ടാമതൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. വേറെ പ്രോബ്ലം നിലവിൽ സെൽഫൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. അതിനിപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടേക്കാം. എന്തായാലും ഇനി കിട്ടുന്നതാണെങ്കിൽ കിട്ടട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗും നമ്മൾ കൂട്ടത്തിലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് സെക്കൻഡ് ഫിൽറ്റർ മാറ്റിയിടാം. ഈ സൈഡൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിടാം. കാരണം ഇത് വലിയ വിലയൊന്നുമില്ല, ഏകദേശം ഒരു
50 രൂപ താഴേക്ക് നമുക്കതിന് കോസ്റ്റ് വന്നുള്ളൂ. എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ ലെവൽ കുറവ് കാണുന്നുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം വണ്ടി ഒരുപാട് ഡിലേ ആയിരുന്നു. ഓയിൽ മാറ്റാനും സർവീസിന് വേണ്ടിയിട്ട് കയറാനും ഒരുപാട് വൈകി. ഇപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം ഏകദേശം 5000 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ട്. അതായത് സാധാരണ എൻജിൻ ഓയിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 3000 കിലോമീറ്ററാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ സ്ഥാനത്ത് നമ്മൾ 5100 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓയിൽ മാറ്റിയത് 38573 കിലോമീറ്ററിലാണ് നമ്മൾ ഓയിൽ മാറ്റിയത്. ഇപ്പോൾ നമ്മളുടെ വണ്ടിയുടെ കിലോമീറ്റർ 43604 കിലോമീറ്ററാണ്. ഏകദേശം ഒരു 5000 കിലോമീറ്ററിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിലവിൽ ഓയിൽ ഓടിയത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കുറയിലാണ് നിലവിൽ കാണുന്നത്. പക്ഷേ ഈ ഓയിൽ കുറഞ്ഞ് ഓടുമ്പോൾ തന്നെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് അതിൻ്റെ എൻജിൻ്റെ ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗത്തൊക്കെ സ്ക്രാച്ച് വരാനും പിന്നീട് അത് ഓയിൽ കയറി കത്താനുള്ള കാരണമായോ അത് പുകയുടെ പ്രശ്നമൊക്കെ വരാനുള്ളൊരു കാരണമായിട്ട് മാറും. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഓയിൽ മാറ്റാം. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇപ്പോൾ പുകയുടെ പ്രശ്നം എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് ആ പ്രോബ്ലം പരിഹരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന കാരണവശാലും മറന്നു പോകരുത്. കൃത്യമായിട്ട് ഓർമ്മയോടുകൂടി വന്ന് ചെയ്തേക്കാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എൻജിൻ്റെ ടെൻഷനർ ക്യാം ചെയിൻ്റെ എൻജിൻ്റെ ഉള്ളിലൊരു ചെറിയ ചെയിൻമെൻറ്റ് ടൈമിങ് ചെയിൻ എന്ന് പറയും, ക്യാം ചെയിൻ എന്നും പറയും. അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലൂസ് ആവുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ടെൻഷനർ ലിഫ്റ്റർ അസംബ്ലി ഉണ്ട്. ആ ഐറ്റം ഇപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയിനിന് ചെറിയൊരു കയറ്റിറക്കം വരും. അപ്പോൾ അങ്ങനെ അടിച്ച് ആ ഐറ്റം കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടേക്കാൻ തരും കേട്ടോ. അതിന് ശേഷം നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് അത് അയച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഓയിൽ ഒരു കാരണവശാലും നമ്മൾ വൈകരുത്. 3000 കിലോമീറ്ററിൽ കൂടുതൽ ഒരു കാരണവശാലും ഓടാൻ പാടില്ല. 3000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വർഷം വണ്ടിക്ക് പഴക്കം വന്നതിനനുസരിച്ച് അത് ഇടയ്ക്ക് ഓയിൽ ചെക്ക് ചെയ്യുകയും വേണം. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയത്തെ ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. എന്തായാലും തിങ്കളാഴ്ചയ്ക്കാണ് വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിളിച്ചോളാം. ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ടേക്കാം. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ നോക്കി ഒന്ന് വീഡിയോ കണ്ടോളൂ. ഓക്കെ.